ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള പൊതുവഴി സ്കൂൾ അധികൃതർ ഏകപക്ഷീയമായി അടച്ചുകെട്ടിയതോടെ പാഞ്ഞാളിൽ വിദ്യാർത്ഥികളും ജനങ്ങളും തീരാ ദുരിതത്തിൽ. അധികൃതരുടെ ധാർഷ്ട്യത്തിനെതിരെ പ്രദേശത്ത് ജനരോഷം അണപൊട്ടിയൊഴുകുന്നു. നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള പൊതുവഴി സ്കൂൾ അധികൃതരും PTA-യും ചേർന്ന് അതിക്രൂരമായി അടച്ചുപൂട്ടിയതിനെതിരെ പാഞ്ഞാളിൽ ജനകീയ പ്രതിഷേധം അണപൊട്ടിയൊഴുകുകയാണ്. പാഞ്ഞാൾ ഗവൺമെന്റ് സ്കൂളിന് പിന്നിൽ തലമുറകളായി നാട്ടുകാരും വിദ്യാർത്ഥികളും ഒരുപോലെ ആശ്രയിച്ചിരുന്ന നടപ്പാലവും ഗേറ്റുമാണ് ജനങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് വിദ്യാലയ അധികൃതർ പൊളിച്ചു നീക്കിയത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാലത്തിന് ബലക്ഷയമുണ്ടെന്ന തികച്ചും ബാലിശമായ വാദമുന്നയിച്ചാണ് അധികൃതർ ഈ കടുംവിട്ട് വെട്ടിയത്. മണലാടി, കിള്ളിമംഗലം പ്രദേശങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് പാടവരമ്പിലൂടെ സുരക്ഷിതമായി ഗതാഗതക്കുരുക്കിൽ ഏർപ്പെടാതെ വിദ്യാലയത്തിലേക്ക് എത്തുന്നതിനുള്ള ഏക ജീവനാഡിയായിരുന്നു ഈ നടപ്പാലം. യാതൊരുവിധ വാഹനത്തിരക്കുമില്ലാതെ കുരുന്നുകൾക്ക് ഭയരഹിതമായി സഞ്ചരിക്കാമായിരുന്ന വഴിയാണ് അധികൃതർ തന്നിഷ്ടപ്രകാരം ഒറ്റ രാത്രി കൊണ്ട് കെട്ടിയടച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെ പൂർണ്ണമായ ഉടമസ്ഥതയിലുള്ള ഈ പൊതുവിദ്യാലയത്തിൽ ഇത്തരമൊരു പൊളിച്ചു നീക്കൽ നടത്തുമ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങാൻ പോലും സ്കൂൾ അധികൃതർ തയ്യാറായില്ല എന്നത് ഇവരുടെ അന്ധമായ ധാർഷ്ട്യത്തിന്റെ തെളിവാണ്. വിദ്യാലയം തുറക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ വഴി അടച്ചുപൂട്ടിയ അധികൃതരുടെ ജനദ്രോഹ നടപടി പിഞ്ചു കുഞ്ഞുങ്ങളെ വലിയ നരകയാതനയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. കത്തിയിരിയുന്ന വേനൽ ചൂടിലും കനത്ത പെരുമഴയത്തും ഈ പിഞ്ചുകുട്ടികൾ 1 കിലോമീറ്ററിലധികം ദൂരം അധികമായി നടന്ന് ലോറികളും ബസ്സുകളും മറ്റു വാഹനങ്ങളും പാഞ്ഞു പോകുന്ന അപകടം പിടിച്ച പ്രധാന റോഡിൽ വേണം ഇനി വിദ്യാലയത്തിന്റെ പ്രധാന കവാടത്തിലെത്താൻ. നിലവിൽ അടച്ചുപൂട്ടിയ വഴിയോട് ചേർന്ന് MLA ഫണ്ട് ഉപയോഗിച്ച് ബഹുനില കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനാൽ പഴയ അതേ സ്ഥാനത്ത് പുതിയ പാലം പണിയുക അസാധ്യമാണെന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. എങ്കിൽ പോലും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും യാത്രാക്ലേശം പൂർണ്ണമായി പരിഹരിക്കുന്നതിനായി തൊട്ടടുത്തായി മറ്റൊരു അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി തോടിനു കുറുകെ പുതിയ നടപ്പാലവും ഗേറ്റും അടിയന്തരമായി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ അസന്നിഗ്ധമായ ആവശ്യം. വിദ്യാലയത്തിലെ പോളിംഗ് ബൂത്തുകളിൽ തങ്ങളുടെ ജനാധിപത്യപരമായ അവകാശം വിനിയോഗിക്കാനെത്തുന്ന വയോധികരും ഭിന്നശേഷിക്കാരും ഈ വഴി അടച്ചതോടെ വലിയ തോതിൽ ദുരിതമനുഭവിക്കുകയാണ്. പ്രതിഷേധം കനത്തതോടെ പ്രദേശവാസികൾ ഒപ്പിട്ട സംയുക്ത പരാതി ജില്ലാ കളക്ടർക്ക് നേരിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. വോട്ട് ചെയ്യാനെത്തുന്ന മുതിർന്ന പൗരന്മാരുടെയും പള്ളിക്കൂടത്തിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെയും നരകയാതനയ്ക്ക് അറുതി വരുത്തുവാൻ സ്ഥലം MLA-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നോ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേക പ്ലാൻ ഫണ്ടിൽ നിന്നോ ജില്ലാ പഞ്ചായത്തിന്റെയോ ബ്ലോക്ക് പഞ്ചായത്തിന്റെയോ ഫണ്ടിൽ നിന്നോ അടിയന്തരമായി തുക അനുവദിച്ച് പുതിയൊരു സുരക്ഷിത പാലം നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികൾ ശക്തമായി ആവശ്യപ്പെടുന്നത്. സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ വിദ്യാർത്ഥികളുടെ ദുരിതം ഇരട്ടിയാകുമെന്നിരിക്കെ അതിനു മുൻപ് ഗ്രാമപഞ്ചായത്തും ജനപ്രതിനിധികളും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെടൽ തയ്യാറാകണം. അല്ലാത്തപക്ഷം സ്കൂൾ കവാടം ഉപരോധിക്കുന്നതടക്കമുള്ള അതിശക്തമായ സമരപരിപാടിയിലേക്ക് നീങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, CCV ന്യൂസ്.